ഗായ്സ്, വെൽക്കം ടു ബേറ്റി വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കും എടുക്കാം, രാത്രി വേറൊരു കോമ്പിനേഷൻ ഡിഷിൻ്റെ കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഇത് ഞാൻ തന്നെ ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് പരീക്ഷിക്കാൻ പോകുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഒരു സെമി സാലഡ് കൈൻഡ് ഓഫ് റെസിപ്പിയാണിത്. പക്ഷേ എന്നാലും നമ്മൾ ചിക്കനും വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് അറ്റ് എ ടൈം ഇട്ട് മിക്സ് ചെയ്യുന്നില്ല. ഫസ്റ്റ് തന്നെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 വെളുത്തുള്ളി, ഒരു ഹാഫ് തക്കാളി, പിന്നെ ക്യാബേജ്, സവാള ഹാഫ്. ക്യാബേജ് ഒരു വലിയ ക്യാബേജിൻ്റെ അറ്റത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം ചെത്തിയെടുത്തത്. ചിക്കൻ എമൗണ്ട് ലെസ് ആയതുകൊണ്ട് കുക്കറിലേക്ക് എടുക്കുന്നില്ല. ഈ ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയിലിട്ടിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇത് എൻ്റെയും ഫസ്റ്റ് ടൈം ഒരു എക്സ്പെരിമെൻ്റൽ ഡിഷാണിത്. നമ്മൾ യൂഷ്വലി ലെറ്റ്യൂസിൻ്റെ കൂടെയൊക്കെ പെപ്പർ ഇട്ട് ചിക്കൻ ബ്രസ്റ്റൊക്കെ കഴിക്കുമല്ലോ, അതിൻ്റെയും പിന്നെ എവിടെ നിന്നൊക്കെയോ കുറച്ച് റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. ഇൻ ദ മീൻ ടൈം ലെറ്റ്സ് കുക്ക് ദിസ് ഇൻ ദ നെക്സ്റ്റ് ചട്ടി. കുറച്ച് വെജീസ് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ചിക്കനിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇന്ന് ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ കിടന്ന് വേവട്ടെ. ഇനിയിപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ അപ്പോൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്താൽ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ആഡ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ക്യാബേജും തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ശരിക്കും ഇതിൻ്റെ കൂടെ ബീൻസ്, സ്വീറ്റ് കോൺ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ്പർ. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചിക്കൻ ഒന്ന് വെന്ത് ഒരുവിധം പരിവായി വരുമ്പോഴേക്കും ലാസ്റ്റ് ബിറ്റിട്ട് നമുക്ക് ഈ വെജീസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സോയ സോസ് ഒഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ചില്ലി സോസ് വേണ്ട, തൽക്കാലം വേണ്ട. പെപ്പറും സോയ സോസും മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇന്നത്തെ പരിപാടിക്ക്. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ബ്രോക്കോളി, ക്യാരറ്റ്, പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ആ ചിക്കൻ, അതിൻ്റെ ഒരു ഡിഷാണ്. ഗൈസ്, എനിക്ക് ഇത്രയും തടിയില്ല കേട്ടോ. ക്യാമറ ആക്സ് 10 kg എന്നാണ്, പക്ഷെ എനിക്ക് ഇത്രയും തടിയില്ല. നിങ്ങൾ കാണുന്ന ഇത്രയും തടിയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ആണെങ്കിലും ആഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ സോയ സോസും പെപ്പറും മാത്രം എടുക്കുന്നത്. സോ കമ്മിങ് ഡേയ്സ് വേറെ ഏതെങ്കിലും സോസോ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം, അല്ലാതെ ഫുൾ അത് മിക്സ് ചെയ്ത് നമ്മളെ ഗരം മസാല ഇട്ട് യൂഷ്വൽ ചിക്കൻ കറി ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു യൂഷ്വൽ പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത്. ചിക്കൻ ബോൺലെസ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബോൺലെസ് അല്ല, ബോണുണ്ട്. ബോൺ മാറ്റാനൊന്നും ഞാൻ തൊടാറില്ല, കഴിക്കാറേ ഉള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ മലയാളീസ് കൈ വെച്ച് കഴിച്ചിട്ടാണല്ലോ ശീലം. നമുക്ക് പിച്ചി പിച്ചി കഴിക്കാം. എന്തായാലും ചിക്കൻ ഇനിയും ടൈം എടുക്കും വെള്ളം വരണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മളിനി നേരത്തെ ഉണ്ടാക്കിയ ഈ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ വെജിറ്റബിൾസിലേക്കും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 തുള്ളി സോയാ സോസ് ആഡ് ചെയ്യാം. സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പെപ്പർ കൂടി ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ ലഞ്ച് കാണിച്ചു തരാം. ഹായ് ഗൈസ്, ലെറ്റ്സ് ഡു എ ക്വിക്ക് ടേസ്റ്റ് ടെസ്റ്റ്. നോക്കട്ടെ. ഗ്രേറ്റ്, ഒന്നും പറയാനില്ല, അടിപൊളി. ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ, ഇനി ട്രൈ ചെയ്തോ.